ഹലോ നമസ്കാരം, ഞാൻ ബിന്ദു വിപിൻ. ബിന്ദു സ്പൈസസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ കാശ്മീർ യാത്ര തുടരുകയാണ്. ഇന്നത്തെ വീഡിയോയിൽ കാശ്മീരിലെ 2 പ്രധാനപ്പെട്ട ഗാർഡൻസ് ആണ് ഞാൻ കാണിക്കുന്നത്. ഒന്ന് തുലിപ് ഗാർഡനും പിന്നൊന്ന് മുഗൾ ഗാർഡനും. ഈ 2 ഗാർഡനുകളിലത്തെ വിശേഷങ്ങളും കാഴ്ചകളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ. ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുകയും വേണം കേട്ടോ. ദാൽ ലേക്കിലെ റൈഡും ശങ്കരാചാര്യ ക്ഷേത്രത്തിലെ ദർശനമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് തുലിപ് ഗാർഡൻ കാണാനാണ്. തുലിപ് ഗാർഡൻ ഒരുവിധം ഫേമസ് ആയിട്ടുള്ള ഒരു ഗാർഡനാണ്. ഈ ഒരു ഗാർഡനെ കുറിച്ച് ഒരുവിധം എല്ലാവരും കേട്ടിട്ടെങ്കിലും ഉണ്ടാവും അല്ലേ? എല്ലാവരും പോയി കണ്ടിട്ടുണ്ടാവില്ലെങ്കിലും കേട്ടിരിക്കാൻ സാധ്യതയുണ്ട്. കാരണം എപ്പോഴും നമുക്ക് ഈ ഗാർഡൻ കാണുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വർഷത്തിൽ 1 മാസം മാത്രമാണ് ഈ തുലിപ് ഗാർഡൻ ഓപ്പൺ ആയിട്ടുണ്ടാവുക. സാധാരണ മാർച്ച് ലാസ്റ്റ് വീക്കിന് ഇത് ഓപ്പൺ ആവും, ഏപ്രിൽ ലാസ്റ്റ് വീക്കിന് ഇത് ക്ലോസ് ആവും. ഈ വർഷം മാർച്ച് 26-ാം തീയതി ഓപ്പണായി, ഏപ്രിൽ 20-ാം തീയതി ക്ലോസ് ആയി. അങ്ങനെയാണ് ഈ തുലിപ് ഗാർഡൻ വർഷത്തിൽ 1 മാസം മാത്രമാണ് ഇത് ഓപ്പൺ ആയിട്ടുണ്ടാവുക. മാർച്ച് ലാസ്റ്റ് ഏപ്രിൽ മാസത്തിലൊക്കെ കാശ്മീരിൽ പോകുന്നവർ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു കാഴ്ചയാണ് ഈ തുലിപ് ഗാർഡൻ. പിന്നെ ഈ പൂന്തോട്ടത്തിൽ എനിക്ക് ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നിയ തുലിപ്സാണ് ഈ കാണുന്നത് കേട്ടോ. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ദേശീയ പതാകയുടെ കളറിലാണ് ഈ തുലിപ്സ് വളർത്തി വെച്ചിരിക്കുന്നത്. ഇത് കാണുമ്പോൾ മനസ്സിലാവണില്ലേ? ദേശീയ പതാകയുടെ അതേ കളർ പാറ്റേണിലാണ് ഈ തുലിപ്പ് ഉള്ളത്. ആ ചെടി അങ്ങോട്ട് നീളത്തിൽ കിടക്കുകയാണ്. എല്ലാം ഇങ്ങനെ നീളത്തിൽ, കുറേ അധികം പൂക്കൾ ഒരേ ലെവലിൽ ഇങ്ങനെ നീളത്തിൽ വളർത്തിയിട്ടുണ്ടാവും. നമ്മുടെ പാടത്തൊക്കെ ചെടികൾ ഇങ്ങനെ വളർന്ന് നിൽക്കുന്ന പോലെ ഓരോ സെക്ഷനായിട്ട് പല കളറിലുള്ള തുലിപ്സാണ് ഇങ്ങനെ വളർത്തി വെച്ചിരിക്കുന്നത്. ഈ ഒരു പൂന്തോട്ടത്തിൽ തുലിപ്സ് മാത്രമേ ഉള്ളൂ എന്ന് വെച്ച് തുലിപ്സ് മാത്രമല്ലേ ഉള്ളൂ എന്ന് വളരെ സിമ്പിളായിട്ട് കരുതണ്ട. പല കളറിലും പല വെറൈറ്റികളിലുമുള്ള ധാരാളം തുലിപ്സ് ഇവിടെയുണ്ട്. ഇന്ത്യയിലത്തെ ഏറ്റവും വലിയ തുലിപ് ഗാർഡനാണിത്. ഏഷ്യയിലത്തെയും ഏറ്റവും വലിയ തുലിപ് ഗാർഡനാണ് ഇതെന്നാണ് എനിക്ക് തോന്നണത് കേട്ടോ. അങ്ങനെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. 2007-ലാണ് ഇന്ദിരാഗാന്ധിയുടെ ഓർമ്മയ്ക്കായിട്ട് കാശ്മീരിൽ 50,000 ചെടികളോട് കൂടി ഈ തുലിപ് ഗാർഡൻ നിർമ്മിച്ചത്. ഇന്നിപ്പോൾ 74 ഏക്കർ സ്ഥലത്ത് 17 ലക്ഷം പൂക്കളുണ്ട് ഈ തുലിപ് ഗാർഡനിൽ എന്നാണ് പറയുന്നത്. സാധാരണ ഈ തുലിപ്പ് വളർത്തുന്ന ഒരു സമയം എന്ന് പറയുന്നത് ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള ഒരു കാലയളവാണ്. ഈ ഒരു കാലയളവിലാണ് ഈ തുലിപ്പ് ചെടികളൊക്കെ നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുക. നല്ല ഹൈറ്റൊക്കെ ഉള്ള സ്ഥലങ്ങളിലാണെങ്കിൽ ഫെബ്രുവരി വരെയൊക്കെ ഈ തുലിപ്പ് ചെടികൾ നന്നായിട്ട് വളരും എന്ന് പറയുന്നുണ്ട്. പിന്നെ ഈ തുലിപ്പ് പൂക്കൾ അധിക കാലം ഇങ്ങനെ നീണ്ടു നിൽക്കില്ല. ഈ ഒരു ഏപ്രിൽ ലാസ്റ്റൊക്കെ ആവുന്നതോട് കൂടിയിട്ട് ഈ പൂക്കളൊക്കെ കൊഴിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഇത് വർഷത്തിൽ 1 മാസം മാത്രം ഈ ഗാർഡൻ ഓപ്പണാക്കി വെക്കുന്നത്. ബാക്കി സമയത്തൊക്കെ ഇത് ഇതുപോലെ കണ്ടില്ലേ, ഇപ്പം ഇവിടെയൊന്നും പൂക്കളില്ലാത്ത കുറേ ചെടികൾ ഇവിടെ നിൽക്കുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ് പൂവിടാത്തതെന്ന് അറിഞ്ഞുകൂടാ. ചിലപ്പോൾ അത് വളർന്നു വരുന്നേ ഉണ്ടാവുള്ളൂ ആയിരിക്കും. പിന്നെ ഈ ഗാർഡനിൽ കണ്ട ഒരു കൗതുകമായിരുന്നു ഈ വലിയൊരു മരം. ഈ മരത്തിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, പക്ഷെ കണ്ടപ്പോൾ നല്ല കൗതുകം തോന്നി കേട്ടോ. നല്ല രസമുള്ള ഒരു മരം. പിന്നെ അതാ ഇവിടെ നല്ലൊരു ഫൗണ്ടൻ ഉണ്ട്. ഇതിൻ്റെ അടുത്ത് നമുക്ക് ഇരിക്കാനൊക്കെ സൗകര്യമുണ്ട്. ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ കല്ലുകൊണ്ട് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അവിടെ വേണമെങ്കിൽ ഇരിക്കാം. കുറേ സമയം ഇങ്ങനെ ഗാർഡനിലൊക്കെ നടന്ന് നമ്മൾ ക്ഷീണിച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയം നമുക്കിവിടെ റെസ്റ്റ് എടുക്കാം. അപ്പം തന്നെ ഈ ഒരു ഫൗണ്ടൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് അതിൻ്റെ ആ വെള്ളത്തിൻ്റെ ചെറിയ നനവൊക്കെ ഇങ്ങനെ കിട്ടും. ഒരു തൂവാലടിക്കുന്ന പോലെ ചെറുതായിട്ടൊരു നനവൊക്കെ കിട്ടി അവിടെ ഇങ്ങനെ ഇരിക്കാൻ പറ്റും. പിന്നെ അവിടെ ഈ ഒരു ഗാർഡൻ്റെ ചുറ്റും മലയുണ്ട്. ആ മലകൾ കാണുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ദാൽ ലേക്കിനടുത്ത് സബർവാൻ മലനിരകൾക്ക് താഴെയായിട്ടാണ് ഈ തുലിപ് ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത്. ആ മലനിരകളും അതിൻ്റെ അടിയിലിങ്ങനെ ഈ തുലിപ് ഗാർഡനും പിന്നെ അതിൽ ഇതുപോലെ ഇങ്ങനെ കുറേ ചെടികൾ ഇങ്ങനെ വളർന്ന് നിൽക്കുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ റോസ് കളറിൽ ഒരു പിങ്ക് കളറിൽ ഇങ്ങനെ പൂക്കളൊക്കെ ആയിട്ട് ചെടികൾ വളർന്ന് നിൽക്കുന്നത് കണ്ടല്ലോ. പിന്നെ അതിനും താഴെ നിലത്ത് ഇങ്ങനെ പറ്റി കിടക്കുന്ന തുലിപ് ചെടികൾ, ഒരുപാട് കളറിലുള്ള പല വെറൈറ്റികളിലുള്ള തുലിപ്സ്. അങ്ങനെ മൊത്തത്തിൽ ഈ ഗാർഡൻ നമുക്ക് കണ്ടാലും മതിയാവില്ല എന്ന് പറയുന്ന
ഒരു ഗാർഡൻ തന്നെയാണ്. എത്ര കണ്ടാലും മതിയാവില്ല, എത്ര ഫോട്ടോ എടുത്താലും നമുക്ക് കൊതി തീരില്ല. വീണ്ടും വീണ്ടും നമ്മളിങ്ങനെ ഓരോ ഭാഗത്ത് തുലിപ്സും ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കും. നേരത്തെ ഞാൻ കാണിച്ചു തന്ന ചെടിയാണിത്. ദേ ഈ ചെടിയുടെ പേരാണ് ഓർണമെൻ്റൽ പീച്ച് എന്നാണ് ഇതിൻ്റെ പേര് അവിടെ എഴുതി വെച്ചിട്ട് കണ്ടത് കേട്ടോ. ഇതിൽ ഒറ്റ ഇല പോലും ഇല്ല, മൊത്തം പൂക്കൾ മാത്രമേ ഉള്ളൂ. നല്ല ഭംഗിയുള്ള പൂക്കൾ. അതായിരിക്കാം ഒരു പക്ഷേ ഇതിൻ്റെ പേര് ഓർണമെൻ്റൽ പീച്ച് എന്ന്. ഓർണമെൻ്റൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ആഭരണം എന്നാണല്ലോ, നമ്മൾ ഓർണമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ആഭരണമല്ലേ. ഇത് ശരിക്കും കാതിൽ കമ്മലാക്കിയിട്ടോ അല്ലെങ്കിൽ ഇത് ഇങ്ങനെ കോർത്ത് മാലയാക്കിയിട്ടൊക്കെ ഇട്ടാൽ നല്ല ഭംഗിയുണ്ടാവുമെന്ന് തോന്നുന്നു, കാരണം നല്ല രസമുണ്ട്. പിന്നെ ദേ അവിടെ നല്ലൊരു മഞ്ഞ ചെടി. അപ്പോൾ ആ ചെടി കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഫോട്ടോ എടുക്കാനൊരു ആഗ്രഹം തോന്നി. അപ്പോൾ അങ്ങനെ ജോയ് മാഷും അനറ്റും ഒക്കെ ഫോട്ടോയ്ക്ക് പോസ് ചെയ്തു. അവർ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യണ കണ്ടപ്പോൾ പിന്നെ ഞങ്ങൾ കുറയ്ക്കാൻ പറ്റില്ലല്ലോ, അപ്പം ഞങ്ങളും ഫോട്ടോയ്ക്ക് പോസ് ചെയ്തു. അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ വീണ്ടും ഈ ഗാർഡനിലൂടെ ഇങ്ങനെ നടന്നു. പല പല ഭാഗങ്ങളിലായിട്ട് പല പല തരത്തിലുള്ള പൂക്കളാണ് നമ്മളിവിടെ കാണുന്നത്. പിന്നെ ദേ നല്ല ഒരു എന്താ പറയുക, മെത്ത വിരിച്ച പോലെ ഒരു വയലറ്റ് കളറിൽ ചെറിയ ചെറിയ പൂക്കളാണിത്. ഇത് തുലിപ്സ് അല്ല ഇത്, പക്ഷേ നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണ്. ഈ ചെടിയുടെ പേരെനിക്കറിയില്ല, അവിടെ എഴുതി വെച്ചും കണ്ടില്ല, പക്ഷെ നല്ല ഭംഗിയുണ്ട്. ഇതിങ്ങനെ മെത്ത വിരിച്ച പോലെ കിടക്കുകയാണ്. അതിലിങ്ങനെ വഞ്ചി പോലെ പണിതിട്ട് ആ വഞ്ചിയിൽ തുലിപ്സാണ് അവർ വളർത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ലൊരു രസം. ഒരു നീല തടാകത്തിൽ ഒരു വഞ്ചി ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു ഫീല് അല്ലേ, നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ നല്ല ഭംഗി തോന്നി. അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് വീഡിയോ എടുത്തു. പിന്നെ അതിൻ്റെ ചെറിയൊരു പോർഷൻ ദേ ഇങ്ങോട്ട് നീക്കി എടുത്തിട്ടുണ്ട്. ഇതൊരു പ്രത്യേക രീതിയിലാണ് അവർ വളർത്തിയെടുത്തിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഇവിടെയൊക്കെ പൂക്കൾ വിടരാതെ നിൽക്കുന്ന കുറേ പോർഷൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ആ പച്ച കളർ ഇങ്ങനെ കാണുന്നത്. മൊത്തം പൂക്കൾ വിടർന്ന് കഴിയുമ്പോൾ നല്ല നീല തടാകം പോലെ തോന്നും. അത് കഴിഞ്ഞ് വീണ്ടും തുലിപ്പ് ഗാർഡൻ്റെ ഭാഗത്തേക്ക് തന്നെ വന്നു. സാധാരണ ഈ തുലിപ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഒരു കപ്പിൻ്റെ ആകൃതിയിൽ 6 ഇതളുകളുള്ള പൂക്കളാണ്. പക്ഷേ ഇവിടെ നമ്മൾ കാണുന്ന തുലിപ്സ് എല്ലാം അങ്ങനെയല്ല കേട്ടോ. ഇത് ഏകദേശം ഒരു താമരയുടെ പോലെയുള്ള തുലിപ്സാണ് ഈ കാണുന്നത്. താമരയാണോ എന്ന് പെട്ടെന്ന് തോന്നിപ്പോവും. അതുപോലെ കുറച്ച് ഇതളുകളൊക്കെ കൂടുതലുണ്ട്. ശരിക്കും നമുക്കൊരു കൊച്ചു താമരപ്പൂ നിൽക്കുകയാണെന്ന് തോന്നും. ഇതൊക്കെ തുലിപ്സാണ് കേട്ടോ. ഇത് റോസാപ്പൂവിൻ്റെ പോലെയുള്ള തുലിപ്സാണ്. ശരിക്കും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും റോസാപ്പൂവാണെന്ന്. പക്ഷേ ഇത് റോസാപ്പൂവല്ല, തുലിപ്സ് തന്നെയാണ് കേട്ടോ. നിറയെ ഇതളുകളായിട്ടുള്ള തുലിപ്സാണ് ഈ കാണുന്നത്. ഇത് വേറെ വെറൈറ്റിയാണ്. 2 കളറാണ്, ഉള്ളിലൊരു കളറ് പുറത്ത് വേറെ കളറ്, അങ്ങനെയുള്ള തുലിപ്സാണിത്. അപ്പോൾ ഇങ്ങനെ പല വെറൈറ്റി നമുക്കിവിടെ കാണാൻ പറ്റും. ഒരു തടത്തിൽ തന്നെ കുറേ പലതരത്തിൽ, അതായത് മഞ്ഞ, റോസ്, പിന്നെ ഡബിൾ കളറ്, ചുവപ്പും മഞ്ഞയും കൂടിയിട്ടുള്ളത്, അങ്ങനെയൊക്കെ പല കളറിലുള്ള തുലിപ്സ് ഒരു തടത്തിൽ തന്നെ വളർത്തിയിരിക്കുക. അതിങ്ങനെ ചെറിയ ചെറിയ വട്ടത്തിലുള്ള കുറച്ച് തടങ്ങളായിട്ട് അങ്ങനെ ചെറിയ ചെറിയ പോർഷൻസ് അവർ വളർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള തുലിപ്സ് നമുക്കിവിടെ കാണാൻ പറ്റും. ഇതൊരു കാഴ്ചയുടെ ഒരു മായാലോകം തന്നെയാണ് എന്ന് പറയാതെ വയ്യ. കാരണം ഒരൊറ്റ തരം ചെടിയാണ്, ഇങ്ങനെ പല വെറൈറ്റിയിൽ പല കളറിൽ. ഇത് കണ്ടു, എന്ത് രസമാണ് കാണാനെന്നറിയോ. ഇതിലിപ്പോൾ 6 ഇതളൊന്നും അല്ല, ഇതിൽ കൂടുതൽ ഇതളുണ്ടെന്നാണ് എനിക്ക് തോന്നണത്. പിന്നെ അവിടെ കണ്ടതാണ് ഇതുപോലെ ഒരു ചെറിയ തടാകം. ആ തടാകത്തിൻ്റെ ചുറ്റും ഇങ്ങനെ ആൾക്കാർ നടക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. ഇത് കാണുമ്പോൾ നല്ല ഭംഗിയുള്ളത് കൊണ്ട് ഞാൻ എടുത്തതാണ് കേട്ടോ. ആ മലയുടെ താഴെ ഒരുപാട് ചെടികൾ, പിന്നെ അതിനോട് ചേർന്നിട്ട് നല്ലൊരു തടാകം, നല്ലൊരു കാഴ്ച. അങ്ങനെ നടന്ന് ക്ഷീണിച്ച് ഞങ്ങളുടെ ടീമിലുള്ള ആളുകളൊക്കെ ഇവിടെ വന്ന് റെസ്റ്റ് എടുക്കുകയാണ്. ജോയ് മാഷ, അനറ്റ്, പിന്നെ ഇത് ഞങ്ങളുടെ കൂടെ വന്നിരുന്ന ഒരു അങ്കിളായിരുന്നു കേട്ടോ. അങ്കിൾ അമേരിക്കയിൽ നിന്ന് വന്നതാണ്. അങ്കിളുടെ പേര് കുര്യൻ എന്നാണ്. അപ്പോൾ അവരവിടെ നിന്ന് റെസ്റ്റ് ചെയ്യുമ്പോൾ ചേട്ടൻ വെറുതെ അവിടെ ഇങ്ങനെ എക്സസൈസ് ചെയ്യാൻ നമുക്ക് എന്ന് പറഞ്ഞിട്ട് വെറുതെ ഒന്ന് കാണിച്ചതാട്ടോ. അപ്പോൾ ഞാനത് വീഡിയോ എടുത്തു. അപ്പോൾ അങ്ങനെ കുറേ നാളായിട്ട് ഇപ്പോൾ ഈ കറക്കമൊക്കെ അല്ലേ, എക്സസൈസ് ഒന്നും ഒട്ടും ഇല്ലല്ലോ. അപ്പോൾ ഇത് ഞങ്ങളുടെ ടൂർ മാനേജറാണ് അക്ഷയ് ഞങ്ങളെ വിളിക്കാൻ വന്നതാണ്. നമുക്ക് തിരിച്ചു പോകാറായി, സമയം കഴിഞ്ഞു. ഓരോ സ്ഥലത്തും ഞങ്ങൾക്ക് നിശ്ചിത ടൈമുണ്ട്. അപ്പോൾ ആ ടൈം കഴിയുമ്പോൾ അക്ഷയ് എല്ലാവരും ഇങ്ങനെ വിളിക്കും. അപ്പോൾ അങ്ങനെ വന്നിട്ട് ഞങ്ങളെ വിളിച്ചു. അപ്പോൾ ഇത് ആൻറ്റിയാണ് കേട്ടോ, നേരത്തെ കണ്ട അങ്കിളില്ലേ, കുര്യൻ അങ്കിളിൻ്റെ ആൻറ്റിയാണ്. ഇവർ അമേരിക്കയിൽ നിന്ന് വന്നതാണ്. അമേരിക്കയിൽ നിന്ന് വന്നിട്ട് നാട്ടിലിങ്ങനെ ടൂറൊക്കെ അടിച്ച് നടക്കുകയാണ്. ഒരു റിട്ടയർമെൻറ്റ് ലൈഫ് ആസ്വദിക്കുകയാണ് അവർ. അപ്പോൾ വീണ്ടും ഞാൻ ഒന്നും കൂടി ഒന്ന് ക്യാമറയിൽ ഇങ്ങനെ ഫുൾ ആ വീഡിയോ ഒന്നും കൂടി ഒന്നിങ്ങനെ എടുത്തുട്ടോ. മലയും പിന്നെ ആ പൂക്കളും ആ ഓർണമെൻറ്റ് പീച്ചിൻ്റെ ചെടികളും തുലിപ്സും എല്ലാം കൂടിയ നല്ല ഭംഗിയുള്ള ഒരു കാഴ്ച ഒരിക്കൽ കൂടി ഞാൻ ആ ക്യാമറയിൽ ഒന്ന് എടുത്തു.
അങ്ങനെ തിരിച്ചു പോകാൻ ഇറങ്ങിയപ്പോൾ ദേ കണ്ടു നല്ല ഭംഗിയുള്ള തുലിപ്സ്. എന്തൊരു രസമാണ് കാണാൻ, ചുവപ്പ് കളറിൽ. അപ്പോൾ ഞാൻ അതൊന്ന് എടുത്തു. ഞാനിതൊക്കെ എടുത്ത് ഇതിൻ്റെ ഭംഗിയൊക്കെ ഇങ്ങനെ നോക്കി വട്ടം തിരിഞ്ഞ് വരുമ്പോഴേക്കും ദേ ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ളവരൊക്കെ നടന്നു തുടങ്ങി കേട്ടോ. എല്ലാവരും ബസ്സിലേക്ക് നടക്കുകയാണ്. ദാ ബിന്ദു ഉണ്ട്, ജോസൂട്ടനുണ്ട്, പൊന്നു ഉണ്ട്, ജോയ് മാഷ്, വിബ്ചേട്ടൻ എല്ലാവരും നടന്നു. അപ്പോൾ ഞാനും അതിൻ്റെ പുറകെ പോയി. പക്ഷേ അങ്ങനെ പുറകെ പോയി ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കും കുറച്ച് പേര് വരണേ ഉള്ളൂ. അപ്പോൾ അവരെ വിളിക്കാൻ വേണ്ടി അക്ഷയ് വീണ്ടും പോയി. അപ്പോൾ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ നടന്നതേ പുറത്ത് വന്ന് നിൽക്കുകയാണ്. ഞങ്ങളുടെ ബസ് കാത്ത് നിൽക്കുകയാണ് കേട്ടോ. ഞങ്ങളുടെ ബസ് ഉണ്ടല്ലോ, അത് വരും. അപ്പോൾ ഇതാ അവിടെ കണ്ടു. അവിടെ നമുക്ക് ഫോഴ്സിലെ ആൾക്കാരെയൊക്കെ കാണാൻ പറ്റും കേട്ടോ. പട്ടാളക്കാരൊക്കെ ഉണ്ട് അവിടെ, CRPFിലെ ആൾക്കാരൊക്കെ ഉണ്ട്. അവർ എല്ലാ സ്ഥലത്തും ഇതുപോലെ ഉണ്ട്. എല്ലാ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും CRPFും മിലിറ്ററി ഫോഴ്സിലെ ജവാന്മാരെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കുറച്ചും കൂടെ ഇങ്ങോട്ട് നീങ്ങിയിട്ട് ദേ ഇവിടെ ഗേറ്റിൻ്റെ അവിടെ വന്ന് നിൽക്കുകയാണ്. ഗേറ്റിൻ്റെ അവിടെ വന്ന് നിന്ന് വണ്ടി കാത്ത് നിൽക്കുകയാണ്. ഇനി ഞങ്ങൾ പോകുന്നത് മുഗൾ ഗാർഡൻ കാണാനാണ് കേട്ടോ. മുഗൾ ഗാർഡനും കൂടി കണ്ടു കഴിയുമ്പോഴേ ഞങ്ങളുടെ ഇന്നത്തെ ആ ഒരു ടൂർ അവസാനിക്കുള്ളൂ. ഇപ്പോൾ ഇത് ഏകദേശം വൈകുന്നേരം സമയമായി, ഒരു 5:30-6 മണിയോട് അടുത്തു സമയം. എന്നാലും സൂര്യപ്രകാശം ഉണ്ട്. അപ്പോൾ ഇതേ മുന്നിൽ കാണുന്നത് ദാൽ ലേക്കാണ്. ദാൽ ലേക്കിൻ്റെ പരിസര പ്രദേശത്താണ് ഈ തുലിപ്പ് ഗാർഡനും മുഗൾ ഗാർഡനും ഒക്കെ ഉള്ളത്. ഞങ്ങളങ്ങനെ മുഗൾ ഗാർഡനിലേക്ക് എത്തി. മുഗൾ ഗാർഡനിലേക്ക് കുറച്ച് സ്റ്റെപ്പൊക്കെ കയറി മുകളിലേക്ക് പോകണം. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് മുഗൾ ഗാർഡനിലേക്ക് നമ്മൾ എൻട്രി ചെയ്തു. ഇനി ഇതിൻ്റെ മുകളിൽ കാണുന്ന ഭാഗത്തൊക്കെയാണ് നമ്മൾ കയറി പോകുന്നത് കേട്ടോ. സ്റ്റെപ്പ് കയറി നമ്മൾ മുകളിലേക്ക് പോകും. അങ്ങനെ സ്റ്റെപ്പ് കയറി ഞങ്ങൾ മുകളിലെത്തി. മുകളിലെത്തുമ്പോൾ ഇങ്ങനെയാണ് മുഗൾ ഗാർഡൻ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെയും പുൽത്തകിടികളുണ്ട്. ഇങ്ങനെ ഗ്രാസിൻ്റെ ഓരോ ഷേപ്പിലൊക്കെ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്നും നമുക്ക് മലകൾ കാണാൻ പറ്റും. അത് കാശ്മീരിൻ്റെ ഒരു പ്രത്യേകത ഇതാണ്. കാശ്മീരിൻ്റെ ആ ഒരു ചുറ്റും മലകളാണുള്ളത്. അപ്പോൾ ഞങ്ങളിത് ഇവിടുന്ന് ദാൽ ലേക്ക് നല്ല വ്യൂ ആണ് കേട്ടോ. ദാൽ ലേക്ക് ഈ ഗാർഡൻ മുകളിലായതുകൊണ്ട് തന്നെ നമുക്ക് മുകളിൽ നിന്നിട്ട് ദാൽ ലേക്ക് നന്നായിട്ട് കാണാൻ പറ്റും. നല്ല പരന്ന് കിടക്കുന്ന ദാൽ ലേക്ക്. അത് പ്രത്യേകിച്ചും ഞങ്ങളവിടെ ചെന്നപ്പോൾ ഞാൻ പറഞ്ഞല്ലോ സന്ധ്യാസമയമായിരുന്നു. ഏകദേശം ഞങ്ങൾ മുഗൾ ഗാർഡനിലെത്തുമ്പോൾ ഏകദേശം ഒരു 6:15 ആയിട്ടുണ്ട്. ഞങ്ങൾക്ക് കുറച്ച് സമയമേ മുഗൾ ഗാർഡനിൽ ചിലവഴിക്കാൻ കിട്ടിയുള്ളൂ. ഞങ്ങളൊരു 6:45-7 മണിയോട് കൂടിയിട്ടൊക്കെ അവിടുന്ന് മടങ്ങി. ഇതേ കണ്ടു ആ മലകൾ, നല്ല കരിങ്കല്ലിൻ്റെ മലയാണ് കേട്ടോ. അത് കരിങ്കല്ല് കൊണ്ടുള്ള മലകളാണ് അവിടെ. ഇവിടത്തിൽ പിന്നെ മഞ്ഞൊന്നും കാണാനില്ല, മഞ്ഞൊക്കെ ഉരുകിപ്പോയതായിരിക്കും. എന്തായാലും മഞ്ഞൊന്നുമില്ല, മഞ്ഞില്ലാത്ത മലകളാണ് ഇവിടുന്ന് കാണുന്നത്. തുലിപ്പ് ഗാർഡൻ പോലെ നമുക്കിങ്ങനെ ഓരോ പൂക്കളും ചെടികളും ഇങ്ങനെ എടുത്ത് കാണാനും നോക്കാനും അങ്ങനെയൊന്നുമില്ല ഇവിടെ മൊത്തത്തിൽ നമുക്ക് നല്ലൊരു ഗാർഡൻ കാണാം. പിന്നെ അതുപോലെ ഇങ്ങനെ ഇരുന്ന് കാറ്റൊക്കെ കൊള്ളാം, അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. കുട്ടികളുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ ഒന്ന് കുറച്ച് കളിക്കാനുള്ള ഒരു സൗകര്യം, അങ്ങനത്തെ ഒരു ഗാർഡനാണിത്. ഈ ഗാർഡനിൽ ഇങ്ങനെ നടപ്പാതകൾ കെട്ടിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ 2 സൈഡിലും ഇങ്ങനെ കമ്പി ചങ്ങലകളൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വേർതിരിച്ചിട്ടുള്ളത് കൊണ്ട് നമ്മൾ ഈ നടപ്പാതയിലൂടെ നടന്നിട്ടാണ് ഈ ഗാർഡനൊക്കെ ഇങ്ങനെ 2 വശവും കാണാൻ പറ്റും. അതൊരു നല്ല സൗകര്യമാണ്. ഏതിൻ്റെ ഇടയിൽ കൂടെയും ഉള്ളിൽ കൂടെയും ഒന്നും ഇങ്ങനെ ഓടി ചാടി പോകേണ്ട കാര്യമില്ല. നടപ്പാതയിലൂടെ നടന്നാൽ മതി. ഇതേ നേരെ ആ കാണുന്നത് കുറേ ഡ്രസ്സുകൾ അവിടെ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കണ കാണാനില്ലേ, അത് കാശ്മീരി വേഷമാണ് കേട്ടോ. ഈ വേഷം ഇട്ടിട്ട് കാശ്മീരി ആഭരണങ്ങൾ ഇട്ടിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും. ദാൽ ലേക്കിൽ ഞാൻ പറഞ്ഞിരുന്നു ഇങ്ങനെ ഒരു പരിപാടി. വഞ്ചിയിൽ കാശ്മീരി വേഷം ഇട്ടിട്ട് നമ്മുടെ ഫോട്ടോ എടുത്ത് അവർ ഒരു ഫോട്ടോയ്ക്ക് 150 രൂപ എന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഒരു ഫോട്ടോയ്ക്ക് അവർ 200 രൂപയാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ എടുത്തില്ല കേട്ടോ, ഒരു മൂഡ് ഉണ്ടായില്ല. ഒന്നാമതെന്ന് പറഞ്ഞാൽ നമുക്ക് ആകെ അരമണിക്കൂറേ ഇവിടെ ടൈം തന്നിട്ടുള്ളൂ ഇതൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. അതിപ്പോൾ നമ്മൾ ഫോട്ടോ എടുക്കാനൊക്കെ ചിലവാക്കി കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും നമുക്ക് കാണാനും ഉണ്ടാവില്ല. പിന്നെ മാത്രമല്ല നമ്മൾ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് വാങ്ങാൻ അവർ കുറച്ച് ടൈം പിടിക്കും തോന്നുന്നു. ഇവിടുന്ന് ഈ കാഴ്ച കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് കണ്ടിട്ട് നമുക്ക് എന്താ പറയുക, കണ്ടിട്ട് നമുക്കിങ്ങനെ മതിയാവണില്ല എന്ന് പറയില്ല, അങ്ങനെ ഒരു കാഴ്ച തന്നെയായിരുന്നു ഇവിടെ. നല്ല പുൽത്തകിടി, അതിൽ നല്ല ചെടികൾ, ഒരുപാട് ഇങ്ങനെ തിങ്ങി നിറഞ്ഞ ചെടികളൊന്നുമല്ല, നല്ല പാകത്തിന് കുറച്ച് അവിടെ ഇവിടെയായിട്ട് ചെടികൾ നമുക്ക് കാണാൻ നല്ല കൗതുകമുണ്ട്. സൂര്യാസ്തമയത്തിൻ്റെ സമയത്ത് ആ മുഗൾ ഗാർഡനിൽ ഇങ്ങനെ നിന്നിട്ട് ഈ ദാൽ ലേക്ക് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇത് മൊത്തത്തിലുള്ള വ്യൂ ആണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. അവിടെ നിന്നുകൊണ്ട് ഞാൻ റൗണ്ടിൽ ഇങ്ങനെ മൊത്തം വീഡിയോ എടുത്തതാണ്. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ആ ചെടികളും മലയും എല്ലാം കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ ദാൽ ലേക്ക് വരെയുള്ള ആ വ്യൂ, മൊത്തത്തിലുള്ള ഒരു വ്യൂ വട്ടം കറങ്ങിയെടുത്തു.
നല്ല രസമായിരുന്നു. ദാൽ ലേക്കിലേക്ക് ഇങ്ങനെ ഇറങ്ങി പോകുന്ന സൂര്യനാണ്. സൂര്യാസ്തമയത്തിൻ്റെ സമയമാണ്. ഇപ്പോൾ ഏകദേശം 6:30 6:45 അടുത്തിട്ടുണ്ട് സമയം. ആ സമയത്താണ് ഈ ഒരു കാഴ്ച. അപ്പോൾ ഞാനവിടെ വെറുതെ എന്താ പറയുക, തൊപ്പിയും ബാഗും ഒക്കെ മാറ്റി വെച്ച് കുറച്ച് സമയം ഒന്ന് ഫ്രീ ആയിട്ട് ഇങ്ങനെ നടക്കാമെന്ന് പറഞ്ഞ് കുറച്ച് സമയം ഞാനിങ്ങനെ നടന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചേട്ടൻ അതൊന്ന് വീഡിയോ എടുത്തു തന്നു. അപ്പോൾ എന്നോടൊന്ന് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ അതൊന്ന് ഫോട്ടോയ്ക്ക് ഒന്ന് പോസ് ചെയ്തു. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പോൾ അങ്ങനെ ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്ത് ഏകദേശം 6:45 7 മണിയോട് കൂടി ഞങ്ങൾ തിരിച്ച് യാത്രയായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. തുലിപ്പ് ഗാർഡനിലെയും മുഗൾ ഗാർഡനിലെയും കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. നമസ്കാരം.